പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുവാൻ പോകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടെ: ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി നിങ്ങൾ സ്വയം തയ്യാറായിട്ടുണ്ടോ? പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തണമേ എന്നാണ്. പക്ഷെ ദൈവം ചിലപ്പോൾ ആദ്യം ചോദിക്കുന്ന മറ്റൊന്നാണ്: നീ അത്ഭുതത്തിനായി നിന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ വചനത്തിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വാക്കും ഇത് തന്നെയാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഇസ്രായേൽ ജനത യോർദാൻ നദിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ ഒരു വലിയ തടസ്സം. പിന്നിൽ മരുഭൂമിയുടെ യാത്ര, മുന്നിൽ വാഗ്ദത്ത ദേശം. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അവരോട് പറഞ്ഞില്ല, ഭയപ്പെടേണ്ട, നാളെ ഞാൻ അത്ഭുതം ചെയ്യും എന്ന് മാത്രം അവരോട് പറഞ്ഞു. ദൈവം ആദ്യം പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. അതായത് ദൈവത്തിൻ്റെ ഇടപെടലിനായി ഹൃദയത്തെ ഒരുക്കുക. ശുദ്ധീകരണം എന്നത് പുറമെയുള്ള ചില മതപരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം ശരിയാക്കുക എന്നതാണ്. എൻ്റെ മനസ്സിൽ ഞാൻ പിടിച്ചു വച്ചിരിക്കുന്ന പക, ദൈവത്തെക്കാൾ ഞാൻ ആശ്രയിക്കുന്ന മറ്റെന്തെങ്കിലും, ഇവയെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. യോശുവയുടെ കാലത്തെ ആ ജനത്തെ നോക്കൂ. അവർ യോർദാൻ കടക്കുന്നതിന് മുൻപ് സ്വയം ഒരുക്കി. വിശുദ്ധീകരണം അത്ഭുതത്തിൻ്റെ വിലയല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഹൃദയം തുറക്കുന്ന ഒരു തയ്യാറെടുപ്പാണ്. ഒരു ചെറിയ ബൈബിൾ ചിത്രം നമുക്ക് ഓർക്കാം. യോർദാൻ നദി കടക്കേണ്ട സമയത്ത് പുരോഹിതന്മാർ നിയമപെട്ടകം എടുത്തുകൊണ്ട് നദിയിലേക്ക് കാൽ വെച്ചു. വെള്ളം മാറിയ ശേഷമല്ല അവർ കാൽ വെച്ചത്, ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് അവർ ആദ്യം കാൽ വെച്ചു. പിന്നെയാണ് ദൈവം വഴി തുറന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്ദേശം. നാം പലപ്പോഴും പറയുന്നു, കർത്താവേ, വഴി തുറന്നാൽ ഞാൻ നടക്കാം. പക്ഷെ ദൈവം പറയുന്നു, നീ വിശ്വാസത്തോടെ മുന്നോട്ട് വരൂ, വഴി ഞാൻ തുറക്കാം. നമ്മുടെ ജീവിതത്തിലും ചില യോർദാനുകളുണ്ട്. അസാധ്യമായ സാഹചര്യങ്ങൾ, ബന്ധത്തിലെ മുറിവുകൾ ഒക്കെ ഉണ്ടാകും. നമുക്ക് അതിൻ്റെ മറുകര കാണാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവം പറയുന്നു, നീ ആദ്യം നിന്നെ തന്നെ ഒരുക്കുക, നിന്റെ ഹൃദയം എനിക്ക് സമർപ്പിക്കുക, എന്നിൽ വിശ്വസിക്കുക, ഞാൻ വഴി തുറക്കും. ഇവിടെ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം: എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം ശരിയാക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യം, കർത്താവേ, എൻ്റെ ഹൃദയം ആദ്യമേ നീ ശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെക്കാൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നത്. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷേ നാളെയുടെ ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. യോർദാനിന് മുൻപിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് വഴി കാണാനായില്ല. പക്ഷേ വഴിയില്ലാത്തടത്ത് ദൈവം വഴിയുണ്ടാക്കി. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നമ്മുടെ മുമ്പിലുള്ളതായി യോർദാൻ നോക്കി നിൽക്കരുത്. ഹൃദയം ദൈവത്തിനായി ഒരുക്കുക. നാം ദൈവത്തിനായി ഹൃദയം ഒരുക്കുമ്പോൾ അസാധ്യമായ വഴികളിലും ദൈവം തൻ്റെ വഴി തുറക്കുമല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി ആദ്യമേ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. അങ്ങയിൽ ഞങ്ങളെ അകറ്റുന്ന എല്ലാം നീക്കണമേ. ഭയത്തെ വിശുദ്ധീകരിക്കണമേ. യോർദാൻ പോലുള്ള സാഹചര്യങ്ങളിൽ വിശ്വസിക്കുവാൻ കൃപ തരണമേ. വഴിയില്ലാത്ത ഇടങ്ങളിൽ അങ്ങ് വഴി തുറക്കും എന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ സാന്നിധ്യം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.